നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ പരീക്ഷയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് ഡേ 2 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ പരീക്ഷയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് ഡേ 2 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുവാൻ പോകുന്ന ടോപ്പിക് ജോഗ്രഫി മേഖലയിൽ നിന്നുള്ള രണ്ടാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഭൂമിയുടെ അന്തരീക്ഷമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മേഖല. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സമയം കളയണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഭൂമിയുടെ അന്തരീക്ഷം. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് എന്താണ് അന്തരീക്ഷം എന്നാണ് സുഹൃത്തുക്കളെ. അന്തരീക്ഷം ഭൗമോപരിതലത്തിൽ നിന്നും 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷം കാണപ്പെടുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും 10,000 കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷം കാണപ്പെടുന്നു. അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പഠിക്കുക. അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ അളവിന് എന്താ സംഭവിക്കുന്നത്? അവര് കുറഞ്ഞു വരുന്നു. വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ ചേർന്ന് ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്നു. ഇതിനെ ഭൂമിയുടെ അന്തരീക്ഷം എന്നറിയപ്പെടുന്നു. അപ്പൊ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വാതകങ്ങള്, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ കൂടിച്ചേർന്ന് ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഭൂമിയുടെ അന്തരീക്ഷം എന്ന്. ഭൂമിയിൽ അന്തരീക്ഷം കാണപ്പെടുവാൻ കാരണം ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഭൂമിയിലെ അന്തരീക്ഷം കാണപ്പെടുവാൻ കാരണം എന്താ? ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 10,000-ഓളം കിലോമീറ്റർ വരെ ഉയരത്തിൽ അന്തരീക്ഷം കാണപ്പെടുന്നു. അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ കൂടിച്ചേർന്ന് ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്നു. ഇതിനെ നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ അന്തരീക്ഷം കാണപ്പെടുവാൻ കാരണം ചോദിച്ചാൽ ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഉയരത്തിലേക്ക് പോകും തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ അനുപാതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ഉയരത്തിലേക്ക് പോകും തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ അനുപാതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകും തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും ഏകദേശം 120 കിലോമീറ്റർ എത്തുന്നതോടുകൂടി ഓക്സിജന്റെ അളവ് നിസ്സാരമായി തീരുകയും ചെയ്യുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകും തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും ഏകദേശം 120 കിലോമീറ്റർ എത്തുന്നതോടുകൂടി ഓക്സിജന്റെ അളവ് നിസ്സാരമായി തീരുകയും ചെയ്യുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ ഉയരം വരെ മാത്രമേ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കാണപ്പെടുന്നുള്ളൂ. ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ വരെ ഉയരം മാത്രമേ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കാണപ്പെടുന്നുള്ളൂ. അന്തരീക്ഷത്തിലെ ലംബതലത്തിൽ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു: ഹോമോസ്ഫിയർ എന്നും ഹെക്ട്രോസ്ഫിയർ എന്നും. ഈ ഇടയ്ക്ക് ചോദിച്ചതേ ഉള്ളേ. അന്തരീക്ഷത്തെ ലംബതലത്തിൽ നിന്നും പ്രധാനമായിട്ട് എത്രയെ തരംതിരിക്കുന്നു? ഹോമോസ്ഫിയർ എന്നും ഹെക്ട്രോസ്ഫിയർ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് ഹോമോസ്ഫിയറിനെ പറ്റിയിട്ടാണ്. എന്താ സുഹൃത്തുക്കളെ ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാല്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം ഹോമോസ്ഫിയർ ആണ്. അപ്പൊ എന്താ ഹോമോസ്ഫിയർ? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം ചോദിച്ചാൽ അത് ഹോമോസ്ഫിയർ ആണ്. ഹോമോസ്ഫിയറിന്റെ ഉയരം ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ വരെയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹോമോസ്ഫിയറിന്റെ ഉയരം ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ വരെയാണ്. അടുത്തതാണ് ഹെക്ടറോസ്ഫിയർ. എന്താ ഹെക്ടറോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരാണ്
ഹെക്ടറോസ്ഫിയർ എന്ന്. മറക്കല്ലേ, എന്താ ഹെക്ടറോസ്ഫിയർ എന്ന് പറഞ്ഞാല് ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ഹെക്ടറോസ്ഫിയർ എന്നാണ്. ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അന്തരീക്ഷവും വാതകങ്ങളും. അന്തരീക്ഷവും വാതകങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് അന്തരീക്ഷവും വാതകങ്ങളും. ഭൗമാന്തരീക്ഷം വിവിധ തരം വാതകങ്ങൾ നിറഞ്ഞതാണ്. അവയിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയാം, നൈട്രജൻ. നൈട്രജൻ എത്ര ശതമാനമുണ്ട്? അന്തരീക്ഷത്തിന്റെ 78.08% നൈട്രജൻ എന്ന വാതകം നിറഞ്ഞിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അന്തരീക്ഷത്തിലെ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? നൈട്രജൻ ആണ്. നൈട്രജൻ എത്ര ശതമാനം അടങ്ങിയിരിക്കുന്നത്? 78.08%. ഓക്സിജൻ ആണ് രണ്ടാം സ്ഥാനത്ത്, 20.95%. മാക്സിമം ഈ വാല്യൂസ് പഠിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇനി PSC ചോദിക്കാനുള്ളത്. ഇത്രയും നാൾ ഓക്സിജന്റെ അളവെന്നുള്ളത് 21% എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ബൈ ചാൻസ് PSC ക്വസ്റ്റ്യൻ ഒന്ന് ടഫാക്കാനായിട്ട് 20.95 എന്നുള്ള കൃത്യമായിട്ടുള്ള വാല്യൂ തരാം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂ ആയതുകൊണ്ട് ഉറപ്പായിട്ടും PSC അതിനായിരിക്കും ഉത്തരം നൽകുന്നത്. അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ഈ ഒരു ഭാഗത്തിന് കൊടുക്കണം. ഓക്സിജൻ ആണ് നമ്മുടെ അന്തരീക്ഷത്തിലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം. അതിന്റെ അളവ് എത്രയാ? 20.95%. മൂന്നാമതായി വരുന്ന അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് ആർഗൺ. ആർഗൺ എന്ന് പറയുന്നത് 0.93% അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ മൂന്നാമതായി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? ആർഗൺ ആണ്. ആർഗൺ എത്ര ശതമാനമാണ് അന്തരീക്ഷത്തിലുള്ളത്? 0.13%. നാലാമതായി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാ? 0.037%. ഇമ്പോർട്ടന്റ് ആണ്. നാലാമതായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാ? 0.037%. അഞ്ചാമതായി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓസോൺ ആണ്. ഓസോണിന്റെ അളവ് എത്രയാണ് അന്തരീക്ഷത്തിലെ? 0.01%. അഞ്ചാമതായിട്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? അത് ഓസോൺ ആണ്. ഓസോണിന്റെ അളവ് എത്രയാണ്? 0.01%. മിനിമം ഈ പറഞ്ഞിരിക്കുന്ന 5 വാതകങ്ങളെങ്കിലും പഠിച്ചു വെച്ചോളണം. ഈ 5 എണ്ണവും ഉറപ്പായിട്ടും PSC ചോദിക്കും. ഇതിൽ തന്നെ ആദ്യത്തെ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അഞ്ചാമതായിട്ട് ഓസോൺ നന്നായിട്ട് പഠിച്ചു വെക്കുക. എത്രയാ ഓസോണിന്റെ പെർസെന്റേജ്? 0.01%. പിന്നെ നമുക്കറിയാം നിയോൺ എന്ന് പറയുന്നത് 0.002%. ഹീലിയം 0.0005%. ക്രിപ്റ്റോൺ 0.0001%. ഹൈഡ്രജൻ 0.00005%. അങ്ങോട്ട് പിന്നെ നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ 5 എണ്ണം വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. നൈട്രജന്റെ അന്തരീക്ഷത്തിലെ അളവ് 78.08%. ഓക്സിജന്റെ അന്തരീക്ഷത്തിലെ അളവ് 20.95%. ആർഗൺ അന്തരീക്ഷത്തിലെ അളവ് 0.93%. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അന്തരീക്ഷത്തിലെ അളവ് 0.037%. ഓസോണിന്റെ അന്തരീക്ഷത്തിലെ അളവ് 0.01%. ഇത്രയും സുഹൃത്തുക്കള് പഠിച്ചു. ഇനി നമുക്ക് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 4 വാതകങ്ങളെ കുറിച്ച് പഠിക്കാം. അഞ്ചാമത്തെ വാതകം നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കണം. അത് ഓസോൺ ആണ്. ഓസോണിനെ പറ്റി നമുക്ക് സെപ്പറേറ്റ് എടുത്ത് പഠിക്കാം. ആദ്യത്തെ 4 പ്രധാനപ്പെട്ട വാതകങ്ങൾ ഇപ്പോൾ പഠിക്കാം. ഓക്കെ ആണേ. ആദ്യമായിട്ട് പഠിക്കുവാനുള്ള നൈട്രജൻ ആണ്. നൈട്രജന്റെ പ്രത്യേകതകളല്ല പറയുന്നത്, അന്തരീക്ഷ നൈട്രജന്റെ ഉപയോഗങ്ങളും അന്തരീക്ഷ നൈട്രജന്റെ പ്രത്യേകതയും മാത്രമാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ നൈട്രജൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ പ്രത്യേകത നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കൾ. നൈട്രജൻ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രജൻ ആണ്. അന്തരീക്ഷ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. അന്തരീക്ഷ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ ടയറുകളിലെ താപം കുറച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. വാഹനങ്ങളുടെ ടയറുകളിൽ താപം കുറച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. വാഹനങ്ങളുടെ ടയറുകളിൽ നൈട്രജൻ വാതകം പ്രചാരത്തിൽ വരുവാൻ കാരണം ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് ധാരാളം ലഭിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. വാഹന ടയറുകളിലെ നൈട്രജൻ വാതകം പ്രചാരത്തിൽ വരുവാൻ കാരണം ചോദിച്ചാൽ
അന്തരീക്ഷത്തിൽ നിന്നും ധാരാളം ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നൈട്രജൻ സാന്നിധ്യം അന്തരീക്ഷത്തിൽ കൂടുതലുള്ളതിനാൽ സൂര്യതാപത്താൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ജ്വലനം തടയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നൈട്രജൻ എന്ന് പറയുന്ന വാതകത്തിന്റെ പ്രത്യേകത എന്താ? ഇവൻ ജ്വലനത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജൻ ആണ്. ഇനി ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഓക്സിജൻ ആണ്. ഇനി സ്വയം ജ്വലിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ് കേട്ടോ. സ്വയം ജ്വലിക്കുന്ന വാതകം ഏതാ? ഹൈഡ്രജൻ ആണ്. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. ജ്വലനത്തിനെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ്? അത് നൈട്രജൻ ആണ്. ഇനി ജ്വലനത്തെ തടയുന്ന വാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡുമാണ് കേട്ടോ. ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ സ്ഥിരം PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. പറഞ്ഞപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്ക് തിരിച്ച് നമ്മുടെ പോയിന്റിലേക്ക് വരാം. നൈട്രജൻ സാന്നിധ്യം അന്തരീക്ഷത്തിൽ കൂടുതലുള്ളതിനാൽ സൂര്യതാപത്താൽ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ജ്വലനം തടയുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തെ മറ്റു വസ്തുക്കളുമായി പ്രതിപ്രവർത്തിക്കുന്നതിൽ നിന്നും അന്തരീക്ഷ നൈട്രജന്റെ സാന്നിധ്യം തടയുന്നു. ഇമ്പോർട്ടന്റ് ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മറ്റ് വാതകങ്ങളുമായിട്ടൊന്നും കൂടിച്ചേരത്തില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തെ മറ്റു വസ്തുക്കളുമായി പ്രതിപ്രവർത്തിക്കുന്നതിൽ നിന്നും അന്തരീക്ഷ നൈട്രജന്റെ സാന്നിധ്യം എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തെ തടയുന്നുണ്ട്. ഇടിമിന്നൽ സമയത്ത് സ്ഥിരീകരിക്കപ്പെടുന്ന അന്തരീക്ഷ വാതകം നൈട്രജൻ ആണ്. അതായത് നൈട്രേറ്റ് ആയിട്ട് മാറിയിട്ട് അത് എവിടെ? മഴയിലൂടെ ഭൂമിയിൽ എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇടിമിന്നൽ സമയത്ത് സ്ഥിരീകരിക്കപ്പെടുന്ന അന്തരീക്ഷ വാതകം എന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. നൈട്രജൻ ഇങ്ങനെ NO2 എന്നുള്ള രൂപത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് നമ്മുടെ മണ്ണിലേക്ക് മഴയിലൂടെ എത്തിച്ചേരുകയും അതെന്ത് ചെയ്യുന്നു? നമ്മുടെ സസ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടെ സുഹൃത്തുക്കള് ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഓക്സിജൻ. നമുക്ക് നോക്കാം ഓക്സിജനെ പറ്റി. നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. ജീവികളുടെ ശ്വസനവാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ജീവികളുടെ ശ്വസനവാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓക്സിജൻ ആണ്. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓക്സിജൻ ആണ്. ഇത്രയും പോയിന്റ് ബേസ് ലെവൽ ഓർത്ത് വെച്ചേക്കണം. ഓക്സിജനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓക്സിജൻ ആണ്. ജീവികളുടെ ശ്വസനവാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓക്സിജൻ ആണ്. അടുത്തതാണ് ആർഗൺ. എന്താണ് ആർഗൺ? അന്തരീക്ഷത്തിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ആർഗൺ ആണ്. അന്തരീക്ഷത്തിൽ മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ആർഗൺ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം അഥവാ ഉത്കൃഷ്ടവാതകം എന്ന് ചോദിച്ചാൽ അത് ആർഗൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം എന്ന് ചോദിച്ചാൽ അത് ആർഗൺ ആണ്. എന്താ അലസവാതകങ്ങളുടെ പ്രത്യേകത? അവന്മാര് മറ്റൊരു വാതകങ്ങളുമായിട്ടും കയറി അങ്ങ് കമ്പനി അടിക്കൂല. അവന്മാർ ഒറ്റയ്ക്ക് നിൽക്കും. മറ്റൊരു വാതകങ്ങളുമായിട്ട് കൂടിച്ചേരുകയോ പ്രതിപ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇവന്മാരെ ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ അലസവാതകം അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ വിളിക്കുന്നത്. ശക്തമായ താപനിലയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കണികകളും ഹൈഡ്രജൻ കണികകളും തമ്മിൽ പ്രവർത്തിച്ച് രൂപപ്പെടുന്ന വൈദ്യുത ആർക്കുകളെ നിർജീവമാക്കുന്നത് ആർഗൺ വാതകമാണ്. പഠിച്ചോളനെ. ശക്തമായ താപനിലയിലെ അന്തരീക്ഷത്തിലെ ഓക്സിജനും ഹൈഡ്രജൻ കണികകളും തമ്മിൽ പ്രവർത്തിച്ച് രൂപപ്പെടുന്ന വൈദ്യുത ആർക്കുകളെ നിർജീവമാക്കുന്നത് ആരാ? അത് ആർഗൺ വാതകമാണ്. ഇടിമിന്നലിന്റെ ഫലമായി രൂപപ്പെടുന്ന വൈദ്യുത ആർക്കിന്റെ ശക്തി ഒരു പരിധി വരെ നിയന്ത്രിക്കുന്ന വാതകം ചോദിച്ചാൽ അത് ആർഗൺ ആണ്. ഇടിമിന്നലിന്റെ ഫലമായി രൂപപ്പെടുന്ന വൈദ്യുത ആർക്കിന്റെ ശക്തി ഒരു പരിധി വരെ നിയന്ത്രിക്കുന്ന വാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർഗൺ ആണ്. നമുക്കറിയാം ആർഗൺ ആണ് പ്രധാനമായിട്ടും പണ്ടത്തെ ഇൻകാൻഡസെന്റ് ലാമ്പുകളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയും PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുകയും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതുമായിട്ടുള്ള അലസവാതകം ഏതെന്ന് പണ്ടൊരിക്കൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം ആരാ? ആർഗൺ ആണ്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തിരിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതുമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി. അന്തരീക്ഷത്തിൽ നാലാമതായി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിൽ നാലാമതായിട്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സൗരവികിരണത്തിന് സുതാര്യമായും ഭൗമവികിരണത്തിന് അതാര്യമാവുകയും ചെയ്യുന്ന അന്തരീക്ഷ വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സൗരവികിരണത്തിന് സുതാര്യതയും ഭൗമവികിരണത്തിന് അതാര്യമാവുകയും ചെയ്യുന്ന അന്തരീക്ഷ വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പറഞ്ഞു തരാൻ സംഗതി എന്താണ് കേട്ടിരിക്കുക. എന്താ സുഹൃത്തുക്കളെ സൗരവികിരണം എന്ന് പറഞ്ഞാല്?
സൗരവികിരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? തരംഗ രൂപത്തിൽ എവിടെ വരുന്നുണ്ട്? നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള താപവും എവിടെ വരുന്നുണ്ട്? ഭൂമിയിൽ എത്തുന്നുണ്ട്. ഇവരെല്ലാം ഏത് രൂപത്തിലാ വരുന്നത്? വികിരണം അഥവാ റേഡിയേഷൻ രൂപത്തിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭൂമിയിൽ വന്ന് പതിക്കുന്ന വികിരണങ്ങളെ നമ്മൾ സൗരവികിരണങ്ങൾ എന്ന് പറയുന്നു. സൂര്യനിൽ നിന്നും നേരിട്ട് ഭൂമിയിൽ വന്ന് പതിക്കുന്ന വികിരണങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സൗരവികിരണങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ വികിരണങ്ങൾക്ക് ശക്തി പൊതുവെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു വയ്ക്കാൻ നോക്കിയാൽ അവിടെ ഇരിക്കോ? ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ തുളച്ചുകൊണ്ട് നേരെ ഭൂമിയിലേക്ക് ആര് വരും? സൗരവികിരണങ്ങൾ വരും. കാരണം എന്താ? അവന്മാർക്ക് ശക്തി കൂടുതലാണ്. ഇനി എന്താ ഭൗമ വികിരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് വന്ന് പതിക്കുന്ന സൗരവികിരണങ്ങൾ നേരെ ഭൂമിയുടെ ഔട്ടർ മോസ്റ്റ് ഭാഗം, അതായത് ഭൂമിയുടെ പുറംപാളിയിൽ വന്ന് തട്ടും. തട്ടിയതിനു ശേഷം എന്താ സംഭവിക്കുന്നത്? കുറച്ച് ഭാഗം, അതായത് ഈ വന്ന് പതിച്ച വികിരണത്തിലെ താപം ഒരുപാട് എന്ത് ചെയ്യും? നമ്മുടെ ഭൂമി എന്ത് ചെയ്യും? അങ്ങ് സ്വീകരിക്കും. അതായത് നമ്മുടെ ഭൂമിയിലെ സമുദ്രങ്ങള്, വനമേഖലകള്, അതുപോലെ തന്നെ വലിയ പാറക്കെട്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം വലിയ പർവ്വതനിരകള്, അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ്, ഇവരെല്ലാവരും എന്ത് ചെയ്യും? ഈ വന്നിരിക്കുന്ന സൗരവികിരണത്തിലുള്ള താപത്തെ അങ്ങ് ആഗിരണം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള സൗരതാപത്തെ റിഫ്ലക്ട് ചെയ്ത് അങ്ങ് തിരിച്ചു വിട്ടുകൊടുക്കും, തിരിച്ചങ്ങ് പ്രതിഫലിപ്പിച്ചു വിട്ടുകൊടുക്കും. ഇങ്ങനെ ഭൂമിയിൽ നിന്ന് പ്രതിഫലിച്ച് തിരിച്ച് സ്പേസിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ശൂന്യാകാശത്തോട്ട് പോകുന്ന വികിരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൗമ വികിരണങ്ങൾ എന്ന്. ഓക്കെയാണേ. അപ്പൊ ഭൂമിയിലോട്ട് സൂര്യനിൽ നിന്ന് വരുന്ന വികിരണങ്ങളാണെങ്കിൽ അവനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സൗരവികിരണങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ആ വികിരണം ഭൂമി തട്ടിയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ചങ്ങ് തിരിച്ച് സ്പേസിലോട്ട് പോവുകയാണെങ്കിൽ അവനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഭൗമ വികിരണം എന്ന് വിളിക്കുന്നു. ഈ ഭൗമ വികിരണത്തിന് ഒരു കുഴപ്പമുണ്ട്. ഇവന് വളരെ ശക്തി കുറവായിരിക്കും. കാരണം ആവശ്യമുള്ള എനർജി മൊത്തം ആര് വലിച്ചെടുത്തു? ഭൂമി വലിച്ചെടുത്തിട്ട് ബാക്കി വേസ്റ്റ് ആയിട്ട് വന്നതിനാണ് അങ്ങ് റിഫ്ലക്ട് ചെയ്ത് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് തന്നെ യവന് ശക്തി വളരെ കുറവായിരിക്കും. ഇങ്ങനെ ശക്തി കുറഞ്ഞു വരുന്ന ഭൗമ വികിരണത്തിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് പിടിച്ചു വെക്കും കേട്ടോ. ഇതാണ് ഈ പറഞ്ഞ പോയിന്റിന്റെ ഉള്ളടക്കം കേട്ടോ. അപ്പോ സൗരവികിരണത്തിന് സുതാര്യതയായിട്ടും ഭൗമ വികിരണത്തിന് അതാര്യമാവുകയും ചെയ്യുന്ന അന്തരീക്ഷവാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സൗരവികിരണത്തിന് ആർക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല? കാർബൺ ഡൈ ഓക്സൈഡിന് പിടിച്ചു വെക്കാൻ കഴിയില്ല. കാരണം അവന്റെ എനർജി ലെവല് വളരെ കൂടുതലാണ്. എന്നാൽ ഭൗമ വികിരണത്തിന് എനർജി ലെവല് കുറവായോണ്ട് ആര് പിടിച്ചു വെക്കും? കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു വെക്കും. ഭൗമ വികിരണത്തിന്റെ കുറച്ച് ഭാഗം ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷത്തിലെ വാതകം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഭൗമ വികിരണത്തിന്റെ കുറച്ച് ഭാഗം ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷത്തിലെ വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിൽ സ്ഥായിയായി നിലകൊള്ളുന്ന ഏക വാതകമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പഠിച്ചോളനെ, അന്തരീക്ഷത്തിൽ സ്ഥായിയായി നിലകൊള്ളുന്ന ഏക വാതകമേന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നതിനനുസരിച്ച് പിന്നെയും ഫില്ലായിക്കൊണ്ടിരിക്കുന്നെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അന്തരീക്ഷത്തില് സ്ഥായിയായി നിലകൊള്ളുന്ന ഏക വാതകം എന്നറിയപ്പെടുന്നത് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ജൈവ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം മൂലം അന്തരീക്ഷത്തിൽ കൂടുതലായി നിക്ഷേപിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ജൈവ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി നിക്ഷേപിക്കപ്പെടുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. പഠിച്ചോളണേ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫിന്റെ പേരെന്താ? കീലിംഗ് കർവ് എന്നാണ്. എന്താണ്? കീലിംഗ് കർവ് എന്നാണ്. അപ്പോ നമ്മൾ ഇത്രയും നേരം അന്തരീക്ഷത്തിലെ വാതകങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ വാതകങ്ങൾ മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി അന്തരീക്ഷത്തിൽ ആരുണ്ട്? ജലാംശമുണ്ടല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ടല്ലേ മഴ പെയ്യുന്നത്. അന്തരീക്ഷത്തിൽ ജലാംശമുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് അന്തരീക്ഷത്തിലെ ജലാംശത്തെ പറ്റി പഠിക്കാം. ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്ന് വരുന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് ജലതന്മാത്രകൾ അല്ലെങ്കിൽ ജലാംശം എന്ന് നമുക്ക് പറയാം. ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്ന് വരുന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് ജലതന്മാത്രകൾ അഥവാ ജലാംശം. ജലതന്മാത്രകൾ അന്തരീക്ഷത്തിലെത്തുന്നത് ബാഷ്പീകരണത്തിലൂടെ. ഒരിക്കൽ ചോദിച്ചു PSC ഇമ്പോർട്ടന്റ് ആണ്. ജലതന്മാത്രകൾ കൂടുതലായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് ഏത് മാർഗത്തിലൂടെയാ? ബാഷ്പീകരണത്തിലൂടെയാണ്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകൾ ഘനീഭവിച്ച് മേഘങ്ങളുടെ രൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നു. കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകൾ ഘനീഭവിച്ച് മേഘങ്ങളുടെ രൂപീകരണത്തിനും പിന്നെ അത് മഴയ്ക്കും കാരണമാകുന്നു. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് കുറയുന്നു.
ഇമ്പോർട്ടന്റ് ആണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭാഗമായി വരുന്ന അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായിരിക്കും. അതിനുള്ള കാരണം എന്താ? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭാഗമായി വരുന്ന അന്തരീക്ഷത്തില് ജലാംശം കൂടുന്നതിന്റെ കാരണം എന്താ സുഹൃത്തുക്കളെ? നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജലം അന്തരീക്ഷത്തിലെത്തുന്ന മാർഗം ബാഷ്പീകരണത്തിലൂടെയാണെന്ന്. ബാഷ്പീകരണ തോത് കൂടണമെങ്കിൽ എന്ത് കൂടണം? താപം കൂടണം. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ താപം കൂടുതലുള്ള പ്രദേശങ്ങൾ എവിടെയാ? ഭൂമധ്യരേഖാ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭാഗമായി വരുന്ന സമുദ്രങ്ങളിൽ നിന്നും എന്താണ്? അതീവ താപനില ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ബാഷ്പീകരണം നടക്കും. അതുകൊണ്ടാണ് ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭാഗമായി വരുന്ന അന്തരീക്ഷത്തില് ജലാംശം കൂടുതലായിരിക്കുമെന്ന് പറയാൻ കാരണം. തുടർച്ചയായി മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ ഘടകമാണ് ജലബാഷ്പം. പഠിച്ചോളണേ, തുടർച്ചയായിട്ട് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ ഘടകമാണ് ജലബാഷ്പം എന്നറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ പ്രദേശത്ത് വായുവിൽ ഏകദേശം സാധാരണ നിലയിൽ നിന്നും 4% ജലബാഷ്പം കൂടുതലായിരിക്കും. വീണ്ടും വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ഉഷ്ണമേഖലാ പ്രദേശത്ത് വായുവിന് ഏകദേശം സാധാരണ നിലയിൽ നിന്നും 4% ബാഷ്പീകരണം അല്ലെങ്കിൽ ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലായിരിക്കും. മരുഭൂമി പ്രദേശങ്ങളിലും തണുത്ത പ്രദേശങ്ങളിലും വായുവിൽ ജലബാഷ്പത്തിന്റെ അളവ് കുറവായിരിക്കും. പഠിച്ചോളനെ, മരുഭൂമി പ്രദേശങ്ങളിലും തണുത്ത പ്രദേശങ്ങളിലും വായുവിലെ ജലബാഷ്പത്തിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോ PSC ഉറപ്പായിട്ടും ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം ഇങ്ങനെയായിരിക്കും: ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും തണുത്തുറഞ്ഞു കിടക്കുന്ന ധ്രുവപ്രദേശത്തേക്ക് പോകുമ്പോൾ വായുവിലെ ജലാംശത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ഭൂമധ്യരേഖാ പ്രദേശത്ത് വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിന്റെ അളവ് മാക്സിമം ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ തണുത്ത പ്രദേശമായിട്ടുള്ള ധ്രുവപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ജലബാഷ്പത്തിന്റെ അളവ് മിനിമവും ആയിരിക്കും. പഠിക്കുക. സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതിനോടൊപ്പം ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്ത് കൂടുതൽ ചൂടോ കൂടുതൽ തണുപ്പോ ഇല്ലാതെ ഒരു പുതപ്പ് പോലെ നിലനിർത്തുന്ന അന്തരീക്ഷ ഘടകമാണ് ബാഷ്പം എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണക്കല്ല. സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതിനോടൊപ്പം, അതായത് സൗരവികിരണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ സൗരവികിരണങ്ങളെ ആഗിരണം ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? നമ്മുടെ ജലബാഷ്പത്തിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും തിരിച്ച് റിട്ടേൺ ആയിട്ട് പോകുന്ന ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തുവാനും ആർക്ക് കഴിവുണ്ട്? നമ്മുടെ ജലബാഷ്പത്തിന് കഴിവുണ്ട്. ഇങ്ങനെ സൂര്യനിൽ നിന്ന് വരുന്ന വികിരണത്തെ തടയുകയും ഭൂമിയിൽ നിന്ന് വരുന്ന വികിരണത്തെ തടയുകയും ചെയ്തുകൊണ്ട് അധികം ചൂടോ അധികം തണുപ്പോ ഇല്ലാതെ ഒരു പുതപ്പ് പോലെ നമ്മുടെ ഭൂമിയെ പൊതിഞ്ഞ് ആര് സംരക്ഷിക്കുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷത്തിലെ ജലബാഷ്പം സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളൊന്ന് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന്. അന്തരീക്ഷത്തിലെ ജലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായിരിക്കും. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിലെ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ് നമ്മുടെ ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലാവാൻ കാരണം. ഉപരിതല ജലസ്രോതസ്സായ സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയോട് അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. ഉപരിതല സ്രോതസ്സുകളായിട്ടുള്ള സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലെ ജലാംശം കൂടുതലായിരിക്കും. ഇനി നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നതാണ് പൊടിപടലങ്ങൾ. എന്താണ് പൊടിപടലങ്ങൾ? അപ്പോ വാതകങ്ങൾ കഴിഞ്ഞു, പിന്നെ നമ്മൾ ജലമുണ്ടെന്ന് പറഞ്ഞു, ജലം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ്? പൊടിപടലങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തുന്ന മാർഗങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ, അല്ലെ സുഹൃത്തുക്കളെ, കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ചെറിയ തരികളായിട്ടുള്ള എന്താണ് പൊടിപടലങ്ങൾ നേരെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് വൻതോതിൽ ചാരവും പുകയും പുറത്തു വരുന്നുണ്ട്. ഈ പുകയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന വില്ലൻ ആരെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്നാൽ ഈ ചാരമുണ്ടല്ലോ ഇവന് ഭാരം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എന്താണ്, ശക്തമായിട്ട് ഈ ചാരം അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യും? ഉയർന്നു പോകും. അങ്ങനെ പൊടിപടലങ്ങൾ എവിടെ രൂപപ്പെടുന്നുണ്ട്? അഗ്നിപർവ്വതങ്ങളുടെ പൊട്ടിപ്പുറപ്പെട്ട് നമ്മുടെ അന്തരീക്ഷത്തില് രൂപപ്പെടുന്നുണ്ട്. ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, ശരിയല്ലേ സുഹൃത്തുക്കളെ? ഈ ഉൽക്കകൾ നമുക്കറിയാം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ചാണ് കത്തി അമരുന്നതെന്ന്. ഇങ്ങനെ കത്തി അമരുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ചാരം പിന്നെ എങ്ങോട്ട് പോവാൻ വേറെ വഴിയൊന്നുമില്ല. അതെന്ത് ചെയ്യും? നേരെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നു. കടലുപ്പ്, പൂമ്പൊടി എന്നിവയും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ ഭാഗമായി കാണപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. കടലിൽ കാണപ്പെടുന്ന ഉപ്പ് ബാഷ്പീകരണ സമയത്ത് ചെറിയ തോത് എവിടെ പോകുന്നുണ്ട്? അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്.
അതിനോടൊപ്പം തന്നെയാണ് പൂമ്പൊടി. എന്തിന്റെയാണ്? സസ്യങ്ങളുടെ പൂമ്പൊടിയും എന്ത് ചെയ്യുന്നുണ്ട്? ഭാരം വളരെ കുറവാണ്. 1% പൂമ്പൊടിയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോ കടലിലെ ഉപ്പ്, പൂമ്പൊടി എന്നിവയും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. അതൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കടലുപ്പ്, പൂമ്പൊടി എന്നിവയും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ ഭാഗമായിട്ട് കാണപ്പെടുന്നുണ്ട്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിന് സഹായിക്കുന്നു. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിന് സഹായിക്കുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങളെ ഖനീകരണ മർമ്മം എന്നറിയപ്പെടുന്നു. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളണേ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങളെ വിളിക്കുന്ന പേരെന്താ? ഖനീകരണ മർമ്മം എന്നാണ്. എന്തെന്നാണ്? ഖനീകരണ മർമ്മം എന്നാണ്. എന്താ സുഹൃത്തുക്കളെ പൊടിപടലങ്ങളെ ഖനീകരണ മർമ്മം എന്ന് പറയുന്നത്? വേറൊന്നുമില്ല, വളരെ ഈസിയാണ്. ഇപ്പൊ ഇവിടെ ഒരു പൊടിപടലം ഇങ്ങനെ ഇരിക്കുവാണെന്ന് കരുതുക. ഒരു ചെറിയ പൊടി, വളരെ നമ്മുടെ സൂക്ഷ്മദർശിനി കൂടെ കാണാൻ മാത്രം കഴിയുന്ന പൊടികളാണ് ഈ പറയുന്നത്. ഇതിങ്ങനെ ഇരിക്കുകയാണെന്ന് കരുതുക. ഇവയ്ക്ക് ചുറ്റുമാണ് ആര് വന്ന് ഒട്ടിച്ചേരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ജലപാശം വന്ന് ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നത്? മേഘമായിട്ട് മാറുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊടിപടലങ്ങളെ ഖനീകരണ മർമ്മം എന്ന് വിളിക്കാൻ കാരണം കേട്ടോ. അതായത് ഈ പൊടിപടലങ്ങൾക്ക് ചുറ്റുമായിട്ടാണ് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജല തന്മാത്രകൾ വന്ന് ഒട്ടിച്ചേർന്ന് ഖനീഭവിക്കുന്നത്. അതുകൊണ്ടാണ് പൊടിപടലങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഖനീകരണ മർമ്മം എന്ന് വിളിക്കാം. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എയറോസോളുകൾ. പഠിച്ചോളണേ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? എയറോസോളുകൾ എന്ന്. താപസംവഹന പ്രക്രിയയിലൂടെ ധൂളികണങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തുന്നു. താപസംവഹന പ്രക്രിയകളിലൂടെ ധൂളീകണങ്ങൾ എന്ത് ചെയ്യുന്നു? ഉയരങ്ങളിലേക്ക് എത്തുന്നു. അപ്പോ നമ്മുടെ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലായിരിക്കും ആദ്യം ആരെത്തുന്നത്? ഈ ധൂളീകണങ്ങൾ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് സംവഹന പ്രക്രിയയിലൂടെ, അതായത് ചൂട് പിടിക്കൂലേ, അപ്പൊ ചൂട് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ചൂട് പിടിച്ച വായു മുകളിലോട്ട് ഉയരും. ഇതിനെയാണ് സംവഹന പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ താപസംവഹന പ്രക്രിയയിലൂടെ വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന പൊടിപടലങ്ങൾ ഉയരങ്ങളിലേക്ക്, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ ഉയരങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുകയും ചെയ്യും. ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും വീശുന്ന വരണ്ട കാറ്റ് മൂലം അന്തരീക്ഷത്തിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊടിപടലങ്ങൾ കൂടുതലായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലുമാണ് വരണ്ട കാറ്റ് വീശുന്നത്. ഇങ്ങനെ വരണ്ട കാറ്റ് വീശുന്നത് മൂലം അന്തരീക്ഷത്തിലെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊടിപടലങ്ങളുടെ അളവ് കൂടുതലായിരിക്കും. പൊടിപടലങ്ങളുടെ അളവ് കൂടുതൽ എവിടെയായിരിക്കും? ഒന്ന് ഉപോഷ്ണ മേഖലാ പ്രദേശമായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? മിതോഷ്ണ മേഖലാ പ്രദേശമായിരിക്കണം. കാരണം എന്താ? ഈ രണ്ട് മേഖലകളിലുമാണ് കൂടുതലായിട്ട് വരണ്ട കാറ്റ് വീശുന്നത്. അത് തണുത്തതാവട്ടെ ചൂടുള്ളതാവട്ടെ, കാറ്റുകളിലൂടെയാണ് കൂടുതലായിട്ട് ഈ ധൂളീകണങ്ങൾ എവിടെ എത്തുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നത്. ഓർക്കുക, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾക്ക് ചുറ്റും ജലകണികകൾ ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പൊടിപടലങ്ങളെ ഖനീകരണ മർമ്മം എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾക്ക് ചുറ്റും ജലകണികകൾ ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇനിയാണ് നമ്മുടെ PSC സ്ഥിരം ചോദിക്കുന്ന മേഖലയിലേക്ക് കയറാൻ പോകുന്നത്. അന്തരീക്ഷത്തിന്റെ ഘടന. അന്തരീക്ഷത്തിന്റെ ഘടനയെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വ്യത്യസ്ത സാന്ദ്രതയും താപനിലയുമുള്ള പാളികൾ ഉൾപ്പെടുന്നതാണ് അന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും വായുവിന്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വ്യത്യസ്ത സാന്ദ്രതയും താപനിലയുമുള്ള പാളികളായിട്ടാണ് അന്തരീക്ഷം കാണപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും വായുവിന്റെ സാന്ദ്രതയ്ക്ക് എന്താ പറ്റുന്നത്? വായുവിന്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. താഴെ നിന്നും, അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും വായുവിന്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. പ്രധാന അന്തരീക്ഷ പാളികളാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിവ. പ്രധാന അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിവയാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് പഠിക്കേണ്ട അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഏതാണ്? ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ പ്രതലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ പ്രതലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ. ട്രോപ്പോസ്ഫിയറിന്റെ അർത്ഥം സംയോജന മേഖല എന്നാണ്.
ട്രോപ്പോസ്ഫിയറിന്റെ അർത്ഥം എന്താ? സംയോജന മേഖല എന്നാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. ഭൗമാന്തരീക്ഷത്തിന്റെ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഭൗമാന്തരീക്ഷത്തിന്റെ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്നത് എവിടെയാ? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൽ നിന്നും 13 കിലോമീറ്റർ വരെ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൽ നിന്ന് 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശത്ത് 9 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ ആണ്. പഠിച്ചോളണം. ട്രോപ്പോസ്ഫിയർ ഏറ്റവും കൂടുതൽ വിസ്തൃതമായി കിടക്കുന്നത് എവിടെയാ? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഏറ്റവും കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ അത് ധ്രുവപ്രദേശത്തുമാണ്. കാരണം എന്താ? ഭൂമധ്യരേഖാ പ്രദേശത്ത് താപനില വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വായുവിന്റെ സംവഹനം അല്ലെങ്കിൽ ചൂട് കൂടിയ വായു മുകളിലേക്ക് എന്ത് ചെയ്യും? ഉയർന്നുയർന്ന് പോകും. അതുകൊണ്ട് തന്നെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് വരുമ്പോൾ അല്പം ഉയരം കൂടി ഒരു 18 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ ധ്രുവപ്രദേശത്ത് താപനില കുറവായതുകൊണ്ട് തന്നെ വായു എന്തായിരിക്കും? തണുത്തുറഞ്ഞതായിരിക്കും. തണുത്തുറഞ്ഞ വായുവിന് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? സാന്ദ്രത കുറവായിരിക്കും. അവൻ എന്ത് ചെയ്യും? മാക്സിമം താഴേക്ക് വരാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ധ്രുവപ്രദേശത്ത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 9 കിലോമീറ്റർ വരെ മാത്രമായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ട്രോപ്പോസ്ഫിയറിന് 18 കിലോമീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ട്രോപ്പോസ്ഫിയറിന് 18 കിലോമീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന പ്രധാന പ്രതിഭാസങ്ങളാണ് മേഘരൂപീകരണം, കാറ്റ്, ഹരിതഗ്രഹ പ്രഭാവം, മഞ്ഞ്, മഴ, ഇടി, മിന്നൽ, ആലിപ്പഴ വർഷം. പഠിച്ചോളണേ. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന പ്രധാന അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാ? മേഘരൂപീകരണം നടക്കുന്നുണ്ട്. കാറ്റ് വീശുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ്. മഞ്ഞ്, മഴ, ഇടി, മിന്നൽ, ആലിപ്പഴ വർഷം എന്നിവ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിന്റെ ഭാഗമായിട്ടാണ്. പഠിക്കുക. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലെ താപം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും ട്രോപ്പോസ്ഫിയറിലെ എത്ര ഡിഗ്രി താപം കുറയുമെന്ന് ചോദിച്ചാൽ 6.6 ഡിഗ്രി താപം കുറയും കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളണേ. PSC ചിലപ്പോൾ ഇങ്ങനെ ട്രിക്കി ആയിട്ട് ചോദിക്കാം. ട്രോപ്പോസ്ഫിയറിലെ 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് താപം കുറയുമെന്ന് ചോദിച്ചാൽ 6.6 ഡിഗ്രി സെൽഷ്യസ് താപമാണ് കുറയുന്നത്. കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല സുഹൃത്തുക്കളെ. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ. 165 മീറ്റർ നമുക്ക് എത്ര ഡിഗ്രി കുറയും? 1 ഡിഗ്രി കുറയും. അങ്ങനെയാണെങ്കിൽ 1000 മീറ്ററിന് എത്ര കുറയുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് 1000 ഡിവൈഡഡ് ബൈ 165 ചെയ്താൽ മതി. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഉത്തരം 6.6 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ച് പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. ട്രോപ്പോസ്ഫിയറിൽ 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ എത്ര ഡിഗ്രിയാ കുറയുന്നത്? 6.6 ഡിഗ്രി എന്ത് ചെയ്യും? താപനിലയില് വ്യത്യാസം വരും. ഇങ്ങനെ ക്രമമായി താപനഷ്ട നിരക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെ ക്രമമായിട്ട് താപം കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ നഷ്ടമാവുന്നത് കൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ക്രമമായ താപനഷ്ട നിരക്ക് എന്നറിയപ്പെടുന്നു കേട്ടോ. കൃത്യമായിട്ടല്ലേ ഓരോ 125 മീറ്ററിലും 1 ഡിഗ്രി വെച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ക്രമമായിട്ട് ഇങ്ങനെ താപം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് ഇതിനെ വിളിക്കുകയും ചെയ്യുന്നു. ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുന്നത് ഗ്രീഷ്മകാലം അഥവാ ഉഷ്ണകാലത്താണ്. പഠിച്ചോളണേ. ട്രോപ്പോസ്ഫിയറിന് ഉയരം എപ്പോഴായിരിക്കും കൂടുന്നത്? ഗ്രീഷ്മകാലത്ത് അല്ലെങ്കിൽ ഉഷ്ണകാലത്ത് എന്ന് പഠിച്ചു വെക്കുക. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖ എന്താ? ട്രോപ്പോപാസ്. ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ്
ജെറ്റ് പ്രവാഹങ്ങള്. ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേര് ജെറ്റ് പ്രവാഹങ്ങള്. ഇമ്പോർട്ടന്റ് ആണ്. ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ജെറ്റ് പ്രവാഹങ്ങളാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ട്രോപ്പോസ്ഫിയറിന്റെ താപനില -80°C. തെറ്റിപ്പോവല്ലേ. ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ട്രോപ്പോപാസിന്റെ താപനില എത്രയാ? -80°C ആണ്. ധ്രുവപ്രദേശത്തെ ട്രോപ്പോപാസിന്റെ താപനില -45°C ആയിരിക്കും. ധ്രുവപ്രദേശത്തെ ട്രോപ്പോപാസിന്റെ താപനില -45°C ആയിരിക്കും. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടായിരിക്കാം. കാരണം തണുപ്പ് കൂടിയ ധ്രുവപ്രദേശത്തല്ലേ ട്രോപ്പോപാസിന്റെ താപനില കുറയാനുള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ പോകുമ്പോൾ 1 ഡിഗ്രി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 1 കിലോമീറ്റർ പോകുമ്പോൾ 6.6 ഡിഗ്രി എന്ന താപനില കുറയുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18 കിലോമീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന നമ്മുടെ ട്രോപ്പോപാസിലായിരിക്കത്തില്ലേ താപനില ഏറ്റവും കുറവ്? മറ്റത് വെറും 9 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ധ്രുവപ്രദേശത്തെ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം. ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലല്ലേ ട്രോപ്പോപാസ് ഇരിക്കുന്നേ. അപ്പോൾ ട്രോപ്പോപാസിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഒരു -45°C വരെയൊക്കെ തണുപ്പ് എവിടെ എത്തുള്ളൂ? ധ്രുവപ്രദേശത്തുള്ള ട്രോപ്പോപാസിന് അനുഭവപ്പെടുകയുള്ളൂ. എന്നാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഉയരത്തിലേക്ക് പോയി ട്രോപ്പോപാസിൽ നമ്മൾ എത്തുമ്പോഴേക്കും -80°C നമുക്ക് അനുഭവപ്പെടും. ട്രോപ്പോപാസിന്റെ താപനില ഏകദേശം സ്ഥിരമായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ട്രോപ്പോപാസിന്റെ താപനില ഏകദേശം എപ്പോഴും സ്ഥിരമായിരിക്കും. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിലായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമാകുന്നു. പഠിച്ചോളനെ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. പഠിച്ചോളനെ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. അതായത് ട്രോപ്പോസ്ഫിയറിൽ വെച്ച് നല്ല തണുത്ത് വരുന്ന സാധനം പെട്ടെന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും? താപം പിന്നെ അങ്ങോട്ട് കൂടി തുടങ്ങും. അതിനുള്ള കാരണം നമുക്ക് പറയാം. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായിട്ട് തോന്നുന്നത് പോലെ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. സ്ട്രാറ്റോസ്ഫിയറിന് താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനങ്ങൾ, അതായത് സ്ട്രാറ്റോസ്ഫിയർ ആരംഭിക്കുന്ന ഭാഗങ്ങളിൽ, അതായത് ഈ ഒരു 20 കിലോമീറ്റർ മുതൽ ഒരു 25 കിലോമീറ്ററിന് ഇടയ്ക്ക് വരെ എന്താ സംഭവിക്കുന്നത്? അവിടെ താപനിലയിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതി, വായു അറകളുടെ അസാന്നിധ്യം അഥവാ എയർ പോക്കറ്റ് നമ്മൾ പറയത്തില്ലേ, എയർ പോക്കറ്റുകളുടെ അസാന്നിധ്യം, വായുവിന്റെ തിരശ്ചീന ചലനം എന്നിവ മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പോൾ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് പറയാം സ്ട്രാറ്റോസ്ഫിയർ ആണെന്ന് കേട്ടോ. അപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ്, വായു അറകളുടെ അസാന്നിധ്യമുണ്ട്. വായു അറകൾ എന്ന് വെച്ചാൽ എയർ പോക്കറ്റുകൾ. വിമാനയാത്ര ചെയ്ത സുഹൃത്തുക്കൾക്ക് അറിയാം, എയർ പോക്കറ്റുകൾ വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളിങ്ങനെ താഴേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് തോന്നും. ഇങ്ങനെയുള്ള വായു അറകൾ എവിടെ ഇല്ല? സ്ട്രാറ്റോസ്ഫിയറിൽ ഇല്ല. പിന്നെന്താണ്? വായുവിന്റെ തിരശ്ചീനമായിട്ടുള്ള ചലനവും അവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളെല്ലാം പറക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. പഠിച്ചു. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചാണ്. ഓസോൺ പാളി ഹാനികരങ്ങളായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്തുകൊണ്ട് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചാണ്. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയൽ മേഘങ്ങൾ. പഠിച്ചോളണേ. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയൽ മേഘങ്ങൾ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്നറിയപ്പെടുന്നു. അതായത് മീസോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ കാണപ്പെടുന്ന ആളില്ലേ, അയാളെ വിളിക്കുന്ന പേരാണ് എന്തെന്നുള്ളത്? സ്ട്രാറ്റോപാസ് എന്ന്.
എന്താണ് സ്ട്രാറ്റോപാസ് എന്നുള്ളത്. അപ്പോ മീസോസ്ഫിയറിനും അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിനും ഇടയ്ക്കുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരെന്താണ്? സ്ട്രാറ്റോപാസ് എന്നാണ്. അപ്പൊ നമുക്ക് പുതിയൊരു വ്യക്തിയെ കിട്ടി, ഓസോണ്. അപ്പൊ നമുക്ക് നോക്കാം ഓസോണിനെ പറ്റി. ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി പോയിന്റ്സ് ഈ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഓസോണ്. അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഓസോൺ കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുകയും ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. സൂര്യനിൽ നിന്നും എത്തുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുകയും ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഏക അറ്റോമിക തന്മാത്രകൾ സാധാരണ ഓക്സിജനുമായി തന്മാത്രകളുമായി കൂടിച്ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ ആയിട്ട് മാറുന്നു. ഏക അറ്റോമിക തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് കൂടിച്ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓസോൺ രൂപപ്പെടുന്നത്. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഓസോണീകരണം എന്ന്. ഒന്നുമില്ല ഓസോണീകരണം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ആയിട്ട് ഓക്സിജന്റെ 2 തന്മാത്രകൾ ഇങ്ങനെ ചേർന്ന് 2 ആറ്റങ്ങൾ ചേർന്ന് O2 എന്നുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇത് 1ാമത്തെ ഓക്സിജൻ, ഇത് 2ാമത്തെ ഓക്സിജൻ. ഇതിലേക്ക് നേരെ വന്ന് അൾട്രാവയലറ്റ് രശ്മികൾ തട്ടുന്ന സമയത്ത്, അൾട്രാവയലറ്റ് രശ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റേഡിയേഷൻ ഉള്ള രശ്മികളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. യവന്മാർ വന്ന് തട്ടുന്ന സമയത്ത് ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചേർന്നിരിക്കുന്നവന്റെ ബോണ്ട് അങ്ങ് മുറിയപ്പെടും. എന്നിട്ട് ഇവന്മാര് ഓരോരോ ഓക്സിജൻ ആറ്റങ്ങളായിട്ട് വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യും? പറന്ന് നടക്കുമെന്ന് കരുതുക. ഈ ഓക്സിജനുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, തൊട്ടടുത്ത് ഓക്സിജൻ തന്മാത്രകൾ ഇരിക്കുമല്ലോ, അതായത് O2 ആയിട്ട് 2 ഓക്സിജൻ ആറ്റങ്ങളോട് ചേർന്നിരിക്കുന്നിടത്ത് എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങ് ബോണ്ട് ചെയ്തിട്ട് ഇവന്മാര് O3 എന്ന പുതിയൊരു വാതകമായിട്ട് എന്ത് ചെയ്യും? മാറും. ഇതിനെയാണ് നമ്മൾ ഓസോൺ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ഒരു ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് ഓസോൺ ഉണ്ടാകുന്ന പ്രതിഭാസം അല്ലെങ്കിൽ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഓസോണീകരണം എന്ന്. എന്താണ് ഓസോണീകരണം എന്ന്? ഓസോൺ അന്തരീക്ഷത്തിൽ വാതക രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഓസോൺ എന്ത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? വാതക രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഓസോണിന്റെ നിറം ഇളം നീല നിറം. ഓസോണിന്റെ നിറം എന്താണ്? ഇളം നീല നിറമാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓസോണിന്റെ നിറം എന്താണ്? ഇളം നീല നിറമാണ്. ഓസോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ CF ഷോൺബെയിൻ ആണ്. ഇതും പ്രീവിയസ് ആണ്. ഓസോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? CF ഷോൺബെയിൻ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യാൻസനുമാണ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഓസോൺ പാളി കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാ? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യാൻസനുമാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളെ പറ്റി വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ GMB ടോബ്സൺ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളെ പറ്റി വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ GMB ടോബ്സൺ ആണ്. ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്ന പേരാണ് ഓസോൺ ശോഷണം. പഠിച്ചോളണേ, ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്ന പേരെന്താ? ഓസോൺ ശോഷണം എന്നാണ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നാക്രിയസ് മേഘങ്ങളാണ്. ഓസോൺ പാളികളുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ആരാ? അത് നാക്രിയസ് മേഘങ്ങളാണ്. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലി ബേ, അന്റാർട്ടിക്ക, വർഷം 1913. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലി ബേ, അന്റാർട്ടിക്കയിലാണിത്. 1913. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. പഠിച്ചോളണേ, ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റിന്റെ പേരെന്താ? ഡോപ്സൺ യൂണിറ്റ്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസിയാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള നെല്ലാണ്. അറിയാതെ സുഹൃത്തുക്കൾ പഠിക്കുക. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളകൾ എന്ന് ചോദിച്ചാൽ അത് നെല്ലാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കാലാവസ്ഥ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷി നാശം, സസ്യങ്ങളുടെ വളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, നിശാതിമിരം, തൊലിക്ക് പുറത്തുണ്ടാകുന്ന ക്യാൻസർ. ഇത്രയുമാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാത്? കാലാവസ്ഥാ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷി നാശം, സസ്യ വളർച്ച മുരടിക്കുന്നു, അകാല വാർദ്ധക്യം മനുഷ്യർക്ക് അനുഭവപ്പെടുന്നു, അന്ധതയും നിശാതിമിരവും ഉണ്ടാകുന്നു, തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ. ഇത്രയുമാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട ദോഷഫലങ്ങൾ പഠിച്ചു. ഓസോൺ പടലം തകരാനുള്ള പ്രധാന കാരണമാണ്
ക്ലോറോ ഫ്ലൂറോ കാർബണും അതുപോലെ തന്നെ ഹാലോണും. പഠിച്ചോളണേ. ഓസോൺ പടലം തകരാനുള്ള പ്രധാന കാരണമാണ് ഒന്ന് CFC എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബണും അതുപോലെ തന്നെ ഹാലോണും. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് 7. ഓസോൺ കണ്ടെത്തുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്താ? നിംബസ് 7 എന്നാണ്. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഇത് ആരംഭിച്ചത് എവിടെയാണ്? കാനഡയിൽ വെച്ചായിരുന്നു ഇത് എഴുതപ്പെട്ടത്. ഇത് അംഗീകരിച്ച വർഷം 1987 സെപ്റ്റംബർ മാസം 16. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ, മോൺട്രിയൽ എവിടെയാണ്? കാനഡയിലാണ്. ഇത് അംഗീകരിച്ച വർഷം 1987 സെപ്റ്റംബർ മാസം 16 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1 കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നതെന്നാ 1989 ജനുവരി 1. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഇപ്പൊ മനസ്സിലായോ എവിടെന്നാ ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആയെന്ന്? ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന സെപ്റ്റംബർ 16. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലോറോ ഫ്ലൂറോ കാർബൺ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രധാനമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബൺ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ. ഒന്ന്, റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന കൂളന്റുകളിലെല്ലാം എന്തുണ്ട്? ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ അടങ്ങിയിട്ടുണ്ട്. എയർ കണ്ടീഷനുകളിൽ ഉപയോഗിക്കുന്ന കൂളറിലും എന്തുണ്ട്? അല്ലെങ്കിൽ കൂളിങ്ങിനായി ഉപയോഗിക്കുന്ന ഫ്ലൂയിഡിലും എന്തുണ്ട്? ക്ലോറോ ഫ്ലൂറോ കാർബൺ അടങ്ങിയിട്ടുണ്ട്. വിവിധ തരം സ്പ്രേകളില് അഗ്നിശമന വാതകങ്ങൾ, ഇതങ്ങ് കാണാതെ പഠിച്ചോളണേ. അഗ്നിശമന വാതകങ്ങളിൽ നിന്നും ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ചോദിച്ചാൽ കൺഫ്യൂഷൻ ആകും. അഗ്നിശമന വാതകങ്ങളിൽ നിന്നും എന്തുണ്ടാകുന്നുണ്ട്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 3 പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ പ്രധാനമായിട്ടും നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നത് ഒന്ന് റെഫ്രിജറേറ്ററുകളിലെ കൂളിംഗ് ഫ്ലൂയിഡിലൂടെ, എയർ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ വിവിധതരം സ്പ്രേകൾ, എയറോ സ്പ്രേകളിലൂടെ എന്തുണ്ടാകുന്നുണ്ട്? ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എവിടെ എത്തുന്നുണ്ട്? അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്നിശമന വാതകങ്ങളുടെയും ക്ലോറോ ഫ്ലൂറോ കാർബൺ എവിടെ എത്തുന്നുണ്ട്? അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകം വിഘടിച്ചുണ്ടാകുന്ന വാതകങ്ങൾ ഏതാ? ക്ലോറിനും ബ്രോമിനുമാണ്. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുവാനുള്ള ശേഷിയുള്ളതായി കണക്കാക്കുന്നു. മനസ്സിലായല്ലോ? അത്രയും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഓരോ ക്ലോറിൻ ആറ്റത്തിനും, അതായത് ഒരു ക്ലോറിൻ ആറ്റത്തിന് 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുവാനുള്ള ശേഷിയുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ക്ലോറിനേക്കാൾ 40 മടങ്ങ് ഓസോൺ വിഘടന ശേഷിയുള്ള വാതകമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിനേക്കാൾ ഏറ്റവും കൂടുതൽ ഓസോൺ വിഘടന ശേഷിയുള്ള വാതകം എന്നറിയപ്പെടുന്നത് ആരാ? ബ്രോമിൻ ആണ്. അതുകൊണ്ട് പഠിച്ചോളുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. ക്ലോറിൻ ആറ്റത്തേക്കാൾ 40 മടങ്ങ് ഓസോൺ വിഘടന ശേഷിയുള്ള വാതകമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. പഠിക്കും. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മീസോസ്ഫിയർ. എന്താണ് മീസോസ്ഫിയർ? സ്ട്രാറ്റോപാസിൽ നിന്നും തുടങ്ങി 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോപാസിൽ നിന്ന് തുടങ്ങി 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിന്റെ ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്നു. മീസോസ്ഫിയറിന്റെ ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഏതാ? മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിന്റെ ശരാശരി താപനില -83 ഡിഗ്രി സെൽഷ്യസ് ആണ്. മീസോസ്ഫിയറിന്റെ ശരാശരി താപനില എത്രയാ? -83 ഡിഗ്രി സെൽഷ്യസ് ആണ്. അന്തരീക്ഷത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാളി എന്ന അർത്ഥമുള്ള അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് മീസോസ്ഫിയർ ആണ്. പഠിച്ചോളണേ. അന്തരീക്ഷത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാളി എന്ന അർത്ഥമുള്ള അന്തരീക്ഷ പാളി ഏതാണ്? അത് മീസോസ്ഫിയർ ആണ്. ഭൂമിയുടെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നൊക്തിസുലന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ. ഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്ന നൊക്തിസുലന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിൽ കാണപ്പെടുന്ന നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ്
നൊക്ടിസുലന്റ് മേഘങ്ങൾ. പഠിച്ചോളനെ, മീസോസ്ഫിയറിൽ കാണപ്പെടുന്ന നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നൊക്ടിസുലന്റ് മേഘങ്ങൾ എന്നുള്ളത്. ഉൽക്കകൾ കത്തിയമരുന്നത് മീസോ പാസിൽ വെച്ചാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യനകത്ത് മീസോസ്ഫിയർ എന്നായിരിക്കും തന്നിരിക്കുന്നത്. ഉത്തരം ശരി തന്നെയാണ്, അത് തെറ്റില്ല. എന്നാൽ കൃത്യമായിട്ട് ഉൽക്കകൾ കത്തിയമരുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ മീസോ പാസിൽ വെച്ചാണ്. 80 കിലോമീറ്റർ ഉയരത്തിലെത്തുന്നതോടുകൂടി മീസോസ്ഫിയറിന്റെ താപനില -100°C എത്തിച്ചേരുന്നു. 80 കിലോമീറ്റർ ഉയരത്തിലെത്തുന്നതോടുകൂടി മീസോസ്ഫിയറിന്റെ താപനില -100°C എത്തിച്ചേരുന്നു. മീസോസ്ഫിയറിനെയും തൊട്ടടുത്തുള്ള പാളിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോ പാസ് ആണ്. മീസോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ തെർമോസ്ഫിയറിനെ തമ്മിൽ വേർതിരിക്കുന്നത് ആരാ? മീസോ പാസ് ആണ്. അന്തരീക്ഷ പാളികളിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോ പാസിലാണ്. പഠിച്ചോളനെ, അന്തരീക്ഷ പാളികളിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോ പാസിലാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് തെർമോസ്ഫിയർ. എന്താണ് തെർമോസ്ഫിയർ? ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. ഏകദേശം 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി എന്നറിയപ്പെടുന്നത് തെർമോസ്ഫിയർ. ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടിയ അന്തരീക്ഷ താപനിലയുള്ള പാളി എന്നറിയപ്പെടുന്നത് തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന്റെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. തെർമോസ്ഫിയറിലെ ഉയരം കൂടുന്തോറും താപനില എന്ത് ചെയ്യുന്നു? കൂടുന്നു. ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന അറോറ എന്ന പ്രതിഭാസത്തിന്റെ ഉറവിടം തെർമോസ്ഫിയർ ആണ്. പഠിച്ചോളണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന അറോറ എന്ന പ്രതിഭാസത്തിന്റെ ഉറവിടം തെർമോസ്ഫിയർ ആണ്. ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയർ ആണ്. ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതാ? തെർമോസ്ഫിയർ ആണ്. അടുത്തതാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗത്തെ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗത്തെ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അന്തരീക്ഷത്തിൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തില് 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നറിയപ്പെടുന്നു. ഈ അയോണീകരണം നടക്കുന്ന പാളിയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെയാണ്. അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്രമായ സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നറിയപ്പെടുന്നു. ഇങ്ങനെ അയോണീകരണ പ്രക്രിയ നടക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അയണോസ്ഫിയർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കെന്നലി ഹോവിറ്റ്സൈഡ് ആണ്. അയണോസ്ഫിയർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താ? കെന്നലി ഹോവിറ്റ്സൈഡ് എന്നാണ്. വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്ഫിയർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണ്? അയണോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയർ ഉള്ളതിനാൽ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയർ ഉള്ളതിനാലാണ്. അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരാ? SK മിത്രയാണ് കേട്ടോ. പഠിച്ചോളണേ, അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് SK മിത്ര. അടുത്തതാണ് എക്സോസ്ഫിയർ. എന്താണ് എക്സോസ്ഫിയർ? അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി എന്നറിയപ്പെടുന്നത് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി എന്നറിയപ്പെടുന്നത് ആരാ? എക്സോസ്ഫിയർ ആണ്. പരിമിതമായ അറിവുകൾ മാത്രം ലഭിച്ചിട്ടുള്ള അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ ആണ്. പരിമിതമായ അറിവുകൾ മാത്രം ലഭിച്ചിട്ടുള്ള അന്തരീക്ഷ പാളി ഏതാ? എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ വായു തന്മാത്രകൾ നേർത്തു വരികയും ബഹിരാകാശത്തെ ലയിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ വായു തന്മാത്രകൾ നേർത്തു വരികയും ബഹിരാകാശത്തിലേക്ക് ലയിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. 400 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നു. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി എന്താണ്? ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നു. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ കാർമൽ രേഖ. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ എന്താണ്? കാർമൽ രേഖയാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് കാർമൽ രേഖ. ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർമൻ രേഖ എന്ന്. അതായത് നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പേസിൽ എത്തിയെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ കാർമൻ രേഖ എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? കാർമൻ രേഖ എന്ന്. കാർമൻ രേഖയ്ക്ക് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ വാൻ കാർമൻ. പഠിച്ചോളണേ, കാർമൻ രേഖയ്ക്ക് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? തിയോഡർ വാൻ കാർമൻ ആണ്.
അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ പറ്റി പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകമാണ് ദി അപ്പർ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ പറ്റി പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് ദി അപ്പർ അറ്റ്മോസ്ഫിയർ. ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? സ്മിത്രയാണ്. ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്നുള്ള ഗ്രന്ഥം എഴുതിയതാരാണ്? സ്മിത്രയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഹരിതഗ്രഹ പ്രഭാവം. അതിന്റെ ഇടയ്ക്ക് കയറി പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവസാനം പറഞ്ഞത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹരിതഗ്രഹ പ്രഭാവം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായി ആഗിരണം ചെയ്യപ്പെടുന്ന താപത്തിന്റെ അളവ് കൂടുകയും അതുമൂലം അന്തരീക്ഷം ചൂടുപിടിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്ന താപത്തിന്റെ അളവ് കൂടുകയും അതുമൂലം അന്തരീക്ഷം ചൂടുപിടിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് അറിയപ്പെടുന്നത്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാവുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നീരാവി. പഠിച്ചു വെച്ചോളണേ, നീരാവി ഇമ്പോർട്ടന്റ് ആണ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നീരാവി. ആരുണ്ട്? നീരാവി ഉണ്ട്. നീരാവി ഒരു ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകമാണ്. പഠിക്കുക. ആഗോളതാപനം. ഹരിതഗ്രഹ വാതകങ്ങളുടെ തോത് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഭൂമിയുടെ ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനം എന്നറിയപ്പെടുന്നത്. ഹരിതഗ്രഹ വാതകങ്ങളുടെ തോത് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ട് ഭൂമിയിൽ ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോളതാപനം എന്ന് അറിയപ്പെടുന്നത്. ക്യോട്ടോ പ്രോട്ടോകോള് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? ക്യോട്ടോ പ്രോട്ടോകോള്. ഹരിതഗ്രഹ പ്രഭാവം തടയാനായി അന്തർദേശീയമായി ജപ്പാനിലെ ക്യോട്ടോ എന്ന സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്നത്. ഹരിതഗ്രഹ പ്രഭാവം തടയുന്നതിനായിട്ട് അന്തർദേശീയമായി ജപ്പാനിലെ ക്യോട്ടോ എന്ന സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്നത്. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കാലാവധി അവസാനിച്ചത് 2012. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കാലാവധി അവസാനിച്ചത് 2012. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള നടപടികൾക്ക് രൂപം നൽകാൻ യുഎന്റെ കീഴിൽ രൂപം കൊണ്ട സംഘടനയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള നടപടികൾക്ക് രൂപം നൽകാൻ യുഎന്റെ കീഴിൽ രൂപം കൊണ്ട സംഘടനയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ലോകത്തെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുവാനുള്ള 1997 ക്യോട്ടോ പ്രോട്ടോകോളിന് പകരം 2015 നിലവിൽ വന്നതാണ് പാരീസ് ഉടമ്പടി. പഠിച്ചോളണേ, ലോകത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 1997 ക്യോട്ടോ പ്രോട്ടോകോളിന് പകരം 2015 നിലവിൽ വന്ന ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ച വർഷം 2016 ഒക്ടോബർ 2. പഠിച്ചോളണേ, പാരീസ് ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ച വർഷം 2016 ഒക്ടോബർ 2 കാലാവസ്ഥാ സൂചിക തയ്യാറാക്കുന്ന സമിതി റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാലാവസ്ഥാ സൂചിക തയ്യാറാക്കുന്ന സമിതി ഏതാണ്? റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ്. ഇത്രയുമാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്ന മേഖലയിലെ മെയിൻസിന് വേണ്ടി പഠിച്ചു തീർക്കേണ്ടത്. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ് വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.